ഹലോ 21 ഡേയ്സ് മാജിക് മാനിഫെസ്റ്റേഷൻ ചലഞ്ചിന്റെ 13ാമത്തെ ദിവസത്തേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഒരു സാറ ബ്ലേക്കിലെ കുറിച്ചാണ്. അവർ ലോകത്തിലെ സെൽഫ് മെയ്ഡ് ബില്യനെയർ ആണ്. സ്പാങ്സ് എന്ന് പറഞ്ഞ ലേഡീസ് ക്ലോത്ത് ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഫൗണ്ടറാണ്. അവർ പറയുന്നുണ്ട് അവരുടെ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുമ്പ് അവരുടെ കയ്യിൽ 0 ഇൻവെസ്റ്റേഴ്സാണ് ഉണ്ടായിരുന്നത്. ഡിഗ്രി ഇല്ല, $5000 മൂലധനമാണ് മാത്രം ഉണ്ടായിരുന്നത്. പക്ഷേ അവർ ഇന്ന് ലോകത്തെ ഏറ്റവും സമ്പന്നമായിട്ട് യുവതിയാവാൻ അല്ലെങ്കിൽ ആ പ്രസ്ഥാനം വളരാൻ കാരണം അവർ പറയുന്നുണ്ട്, ഐ ക്രിയേറ്റഡ് മൈ ഫ്യൂച്ചർ ഇൻ മൈ മൈൻഡ് ദാറ്റ് ഐ ഫെൽറ്റ് മോർ റിയൽ ദാൻ പ്രസൻറ്റ്. അതായത് നാളെ എങ്ങനെ ആയിരിക്കണം, നാളെ എങ്ങനെയാണ് സാമ്പത്തികമായിട്ട് ഒരു അബണ്ടൻറ്റ് ഫീൽ ഉണ്ടാവേണ്ടത്, അത് ഇന്ന് മുതൽ ഫീൽ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അന്നേരം അതേ രീതിയിൽ മാറ്റം വരുത്തിയത്. അവർ കാർ ഓടിച്ച് അറ്റ്ലാന്റയിൽ നിന്ന് അവർ കാർ ഓടിച്ച് പോകുന്ന സമയത്തെല്ലാം അവർ ആ രീതിയിൽ കാറിലകത്ത് ആ രീതിയിൽ അവർ പെരുമാറിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, പണം ഇല്ലാവാതിരിക്കുക ഒരു കാരണം നമ്മുടെ പൈസയെക്കുറിച്ച് മോശം സംസാരിക്കുന്നില്ലേ, നമ്മുടെ എനർജി ലെവൽ മോശം താഴെയല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കുറ്റബോധമോ നാണക്കേടൊക്കെ നമുക്ക് പണത്തെക്കുറിച്ച് ബന്ധപ്പെട്ടുണ്ടോ ചെക്ക് ചെയ്യുക. അതുകൊണ്ടാണ് നമുക്ക് പൈസ വരാത്തത്. പകരം ഇന്ന് മുതൽ പൈസ സ്നേഹിക്കുക, പൈസ ഇഷ്ടപ്പെടുക, പൈസയെക്കുറിച്ച് നല്ലത് പറയാം. പൈസ ഏറ്റവും അടുത്ത സുഹൃത്ത് എങ്ങനെയായിരിക്കും അതുപോലെ ആയിരിക്കണം പൈസ കാണണ്ടെന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ ആക്ഷൻ എന്ന് പറയുന്നത് അലൈൻ യുവർ മണി എനർജി. നമ്മുടെ മണി എനർജിയെ പ്രോപ്പർ അലൈൻ ചെയ്യുക എന്നുള്ളതാണ്. 3 സ്റ്റെപ്പുകൾ ഞാൻ പറയാം, പെട്ടെന്നാവട്ടെ. പെൻ എടുക്കുക, പുസ്തകം എടുക്കുക, നോട്ട് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 1, ചേഞ്ച് യുവർ മണി വേർഡ്സ്. പണമായിട്ട് ബന്ധപ്പെട്ട എന്ത് വാക്കുകളും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കുകളെല്ലാം നമ്മൾ മാറ്റാം. അതായത് പണമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അത് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, അത് എനിക്ക് കിട്ടും തോന്നുന്നില്ല, എനിക്ക് എന്തുകൊണ്ട് ഇത്രമാത്രം പൈസ ഉണ്ടാവുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് പൈസ വർദ്ധിക്കുന്നില്ല, എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നില്ലേ. ആ ഭാഷകൾ ഇന്നു മുതൽ മാറ്റാം. ജീവിതത്തിൽ മാറ്റം വരണം, സാമ്പത്തിക മാറ്റം എന്നുണ്ടെങ്കിൽ ഇനി മുതൽ പൈസ ഇല്ല അല്ലെങ്കിൽ ദാരിദ്ര്യ കണക്ക് സംസാരം ഉണ്ടാവാൻ പാടില്ല. ദിസ് ഈസ് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2, ജേണൽ ദിസ് പ്രോംപ്റ്റ്. ഇതേ പ്രോംപ്റ്റ് നമ്മൾ സെറ്റായി കഴിഞ്ഞാൽ അതനുസരിച്ച് എല്ലാ ദിവസവും നമ്മൾ അതനുസരിച്ച് ബിഹേവ് ചെയ്യുക, നമ്മൾ അതനുസരിച്ച് ബോഡി മൂവ് ചെയ്യുക, നമ്മൾ അതനുസരിച്ച് പെരുമാറുക. നമ്മുടെ മൊത്തം ആ ഒരു സിസ്റ്റം തന്നെ നമ്മൾ പൈസയുള്ള സമ്പത്തുള്ള ആൾ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന രീതിയിൽ മാറ്റാം എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 2. സ്റ്റെപ്പ് നമ്പർ 3, ചാർജ് ഇറ്റ് വിത്ത് ഫീലിംഗ്. സാറ ബ്ലേക്കിൽ കാറിൽ പോകുമ്പോൾ ആ ഒരു എനർജി എങ്ങനെ ഉണ്ടാക്കിയിരുന്നു അതേ രീതിയിൽ ഇന്ന് മുതൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് കംപ്ലീറ്റ് ആയിട്ട് സമ്പത്തുള്ള ആൾക്കാർ എങ്ങനെയാണ് നടക്കുന്നത് അവരെ കോപ്പി ചെയ്യുക, അതേ രീതിയിൽ നടക്കുക, അതേ രീതിയിൽ ബോഡി ലാംഗ്വേജ് സെറ്റ് ചെയ്യുക, പാട്ട് കേൾക്കുക, ഹൈ വൈബിൽ വേണം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട്. ഈ 3 സ്റ്റെപ്പുകളൊന്ന് നോട്ട് ചെയ്യുക, മനസ്സിലാക്കുക. ജീവിതത്തിൽ ഉറപ്പായിട്ടും ഇന്നത്തെ അവസ്ഥയെക്കാളും ഒരു 50% മാറ്റം വരുന്നുണ്ടെങ്കിൽ അറിയിക്കാം. പിന്നെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. സാമ്പത്തികമായിട്ട് മാറ്റം മാത്രം വന്നാൽ പോരാ, ബാക്കിയെല്ലാം മാറ്റം വരണം അല്ലേ. അപ്പോൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ നിൽക്കുക. നാളെ പുതിയൊരു വിഷയമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.